നാശം, സർവനാശം. നീ മോചിപ്പിച്ചവനെ കൊണ്ട് തന്നെ നിനക്ക് സർവനാശം. മുതലാളി, ഞാൻ വേഷം മാറ്റി എന്റെ കണ്ണിന്റെ ചുറ്റിലെ കറുപ്പും മാറ്റി. ഇപ്പൊ എന്താ കാണാൻ നല്ലയില്ലേ? പിന്നെന്തൊരു വിഷമം? എന്നാ മുതലാളി പറ. അല്ലെങ്കിൽ മുതലാളി മുതലാളി എന്ന് വിളിച്ചോണ്ടിരിക്കണ്ട. എന്റെ പേര് ഉൽപേഷ് എന്ന് വിളിച്ചാൽ മതി. എന്നാ ഉൽപേഷേ, എന്താ പ്രശ്നം പറ. അത് ഈ പൊളച്ച കാണുന്ന സ്വപ്നമല്ല ഫലിക്കുവോ? അത് ചില സ്വപ്നം ഫലിക്കും, ചില സ്വപ്നം ഫലിക്കൂല. അട്ടെ, എന്ത് സ്വപ്ന കണ്ടേ? ഞാൻ കണ്ണൂർ നോക്കുമ്പോ ഒരു കാട്ടിന്റെ ഉള്ളിലാണ്. അതിന് രാത്രി ഇതുവരെ പരിചയമില്ലാത്തൊരു സ്ഥലം. ആരോ ഓടിപ്പോന്ന പോലെ തോന്നിയിട്ട് ഞാനും പുറകെ പോയി. ആ സമയത്ത് കുറച്ച് ദൂരെ ഒരു മന്ത്രവാദിനെ കണ്ട്. നീ മോചിപ്പിച്ചവനെ കൊണ്ട് തന്നെ നിനക്ക് സർവനാശം. അയാൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞേ? ഞാനൊന്ന് നോക്കട്ടെ. ഉൽപേഷ് സ്വപ്നത്തിൽ കണ്ട മന്ത്രവാദി ഇത് ശരിക്കുള്ള ഒരാളായിരുന്നു. 10-30 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് എന്നെ ഇതുപോലെ ഒരാൾ മോചിപ്പിച്ചിരുന്നു. അന്ന് എന്നെ തടവിലാക്കിയ മന്ത്രവാദി ഇത്. കുമാരാ, കേറാൻ. എന്നെ തടവിലാക്കാൻ വേണ്ടി മന്ത്രവാദി ക്ഷുദ്രകർമ്മങ്ങൾ ചെയ്തു. അതിലയാൾ ജയിച്ചു. മന്ത്രവാദി എന്നെ ആവാഹിച്ചൊരു കുളത്തിലാക്കി. പക്ഷെ എന്നെ രക്ഷിക്കാൻ വേണ്ടി എന്റെ യജമാനൻ ആ കുടവും തട്ടിയെടുത്ത് കാട്ടിലേക്ക് ഓടി. പക്ഷെ കാട്ടിൽ വെച്ച് കാലകേശന്റെ സഹായി ഒളിഞ്ഞു വന്ന് യജമാനെ അടിച്ചു വീഴ്ത്തി. അവിടെ വെച്ച് യജമാനൻ കൊല്ലപ്പെട്ടു. ഞാൻ സ്വതന്ത്രനാണെന്ന് കണ്ട് അയാൾ പേടിച്ചൊളിപ്പോയി. പക്ഷെ എന്നെ രക്ഷിച്ച യജമാനെ എനിക്ക് രക്ഷിക്കാനായില്ല. മന്ത്രവാദിയുടെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടെങ്കിലും മന്ത്രവാദി എന്നെ പിടിക്കാൻ വേണ്ടി പിന്നാലെ തന്നെ കൂടി. അയാളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ഓടി ക്ഷേത്രത്തിലേക്ക് കയറി ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. ദൈവം അപ്പൊ തന്നെ എന്നെ ആ കല്ലിലേക്ക് കുടിയിരുത്തി. അപ്പൊ മന്ത്രവാദിയോ? ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് ഓടിക്കേറിയ മന്ത്രവാദിയെ ദൈവം അപ്പൊ തന്നെ ശപിച്ചു ഭസ്മാക്കി. ഓ, അപ്പൊ ഇനി പ്രശ്നമൊന്നുമില്ലല്ലേ? ഇനി പ്രശ്നമില്ല എന്നല്ല, ഇതുപോലെ ശക്തിയുള്ള ഒരു മന്ത്രവാദി വന്നാലേ ഇനി പ്രശ്നമുള്ളൂ. ഇനി ആര് വരാനാ? അത് ഈ കാലഘട്ടത്തില് ഇപ്പം പ്രശ്നം കഴിഞ്ഞല്ലോ. പ്രശ്നം തീർന്നിട്ടില്ല, ഇനിയാണ് ശരിയായ പ്രശ്നം. അതെന്നാ? അച്ഛനമ്മയും ഞാനും മാത്രമുള്ള ചെറിയൊരു ഹാപ്പി ഫാമിലി ആയിരുന്നു നമ്മളത്. അച്ഛൻ ചില ദിവസം മാമന്റെ വീട്ടിൽ പോകും. അങ്ങനെ ഒരു ദിവസം പോയതാ. പിന്നെ അച്ഛൻ തിരിച്ചു വന്നിട്ടില്ല. അച്ഛൻ എന്നാ സംഭവിച്ചെന്ന് എനിക്ക് അറിയാൻ പറ്റുമോ? ഉൽപേഷിന് ആ തീയതിയും ദിവസവും ഓർമ്മയുണ്ടോ? ആ ദിവസം അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. എന്നാ നമുക്ക് ആ കാലഘട്ടത്തിലേക്കൊന്ന് പോണം. അതാണ് അച്ഛൻ. അതാണ് ഉൽപേഷിന്റെ അച്ഛൻ. അതെ, അതാണ് എന്നെ സ്വതന്ത്രനാക്കിയ എന്റെ യജമാനൻ. എന്നാ ഇപ്പൊ പോകുന്നത് മാവന്റെ വീട്ടിലേക്കല്ല, ക്ഷേത്രത്തിലേക്കാ. അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ സ്വതന്ത്രനാക്കും. പിന്നെ മന്ത്രവാദി വരും, മൊത്തം പ്രശ്നമാവും. ഒരു കാരണവശാലും അത് നടക്കാൻ പാടില്ല. ഉൽപേഷെ, നമുക്കിവിടെ 5 നിമിഷം സമയമുണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാലഘട്ടം വിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് എന്തായാലും പറഞ്ഞ് അച്ഛനെ ഒന്ന് പിടിച്ചു നിർത്ത്. ഹായ്, നല്ല രസമുണ്ട്. നല്ല മോയെ, ഇനിയും വരക്കണം കേട്ടാ. അച്ഛന് ചായ എടുക്കട്ടെ? ആ മോളെ, തിന്നാനൊന്ന് കൊടുത്തോ. അച്ഛൻ ചെല്ലേ. എന്താ പറ്റിയേ? ഇതെന്തിങ്ങനെ? ഇത് അയാളുടെ പണിയാ, ആ കാലകേശന്റെ. കാലകേശൻ അതാരാ? ഉൽപേഷ് സ്വപ്നത്തിൽ കണ്ട മന്ത്രവാദിയില്ലേ, അയാൾ തന്നെ. അയാൾ ദൈവം ഇല്ലാണ്ടാക്കിയല്ലേ? അതെ, പക്ഷെ കാലചക്രം മാറ്റി നമ്മൾ അച്ഛനെ തിരിച്ചു കൊണ്ടുവന്നപ്പോ അയാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. തേഞ്ഞ് പഴയ പോലെ എന്നെ ആവാഹിച്ച് കുടത്തിലടക്കാനുള്ള പണി അയാൾ തുടങ്ങി കഴിഞ്ഞു. ഉൽപേഷെ, അതിനയാളെ സമ്മതിക്കരുത്. അയാൾ എന്നെ അടിമയാക്കിയാൽ ഉൽപേഷ് സ്വപ്നത്തിൽ കണ്ട പോലെ തന്നെ എല്ലാം നടക്കും. അയാൾ എന്നെ വെച്ച് എല്ലാം നശിപ്പിക്കും. അത് തടയണം. ഇത് വല്ലാത്തൊരു പാടായി പോയല്ലോ. അതാരാ? കുമാര, ഈ രാത്രി പറയും മുന്നേ നിന്നെ ഞാൻ ആവാഹിച്ച് കുടത്തിലടച്ചിരിക്കും. ഇത് ഈ കാലകേശനാ പറയുന്നത്.
പ്രശ്നമില്ല എന്നല്ല, അതുപോലെ തന്നെ മന്ത്രവിദ്യ പണ്ട് രമണി ആൻറ്റിൻ്റെ വീട്ടിൽ പോയ സമയത്ത് ആ കാര്യം അമ്മേനോട് പറയാൻ പാടില്ല എന്ന് അച്ഛൻ പറഞ്ഞില്ലേ? മോനെ അത് വീഴാൻ പറ്റില്ലല്ലോ. അതാണോ ഉൽപ്പേഷിന്റെ അച്ഛൻ? അത് ഞാനാ പറയണ്ടേ? അതാ എൻ്റെ അച്ഛൻ. അതാണോ ഉൽപ്പേഷിന്റെ അച്ഛൻ? അതെ. അതാണ് എന്നെ തുറന്നു വിട്ട എന്റെ യന്ത്ര മനുഷ്യൻ. യജമാൻ എന്നോട് ആടി സോറി എന്നോട് ആടി ഫുള്ള് പ്രശ്നമാവും. ഒരു കാരണവശ ഉള്ള ലാഭം. ഉൽപ്പേഷ് അതുകൊണ്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ റെഡി. ഒരു കാരണവശ കഴിഞ്ഞാൽ അത് നടക്കരുത്. വശ കഴിഞ്ഞാലല്ല, കാരണം